എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തമൂത്തടുത്ത് എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ടെക്നോളജി ബേസ്ഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ. കാരണം എന്താ, ഇപ്പോഴത്തെ പ്രതിസന്ധി ഒന്ന് ഗ്യാസിൻ്റെ പ്രതിസന്ധിയാണല്ലേ. ഗ്യാസ് കിട്ടാനില്ല. നമ്മുടെ ഗവൺമെൻറ് ഗ്യാസിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി ഒരു വർഷാന്തം പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ഗ്യാസും പെട്രോളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസിന് പ്രതിസന്ധി ഉണ്ടായിക്കൂടായികയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും. ഒന്നാമത്തെ സംഗതി നമ്മൾ ആദ്യം ചിന്തിച്ച് ഇൻഡക്ഷൻ കുക്കറുകൾ പോലത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസിനെയാണ്. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്നതായത് യാതൊരു തർക്കവുമില്ല. അപ്പോഴാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിലേക്ക് ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതാണ് റോക്കറ്റ് അടുപ്പുകൾ. റോക്കറ്റ് അടുപ്പിൻ്റെ പ്രത്യേകം നമുക്കറിയാം, ഗ്യാസിനേക്കാളും 50% കോസ്റ്റ് എഫക്റ്റീവാണ്. ഗ്യാസിനേക്കാളും ചൂട് കൂടുതലാണ്. ഗ്യാസുമ്മ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് ഇതിൽ പാചകം നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് വിറക് മതി, ചാരം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ പുക ഉണ്ടാവില്ല, കരി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടും ഗ്യാസിനേക്കാളും ഒരു 50 to 70% ടോപ്പ് ഐറ്റിന് ഈ റോക്കറ്റ് അടുപ്പ് എന്നുള്ളത്. അപ്പോൾ റോക്കറ്റ് അടുപ്പ് നമ്മുടെ വീട്ടിലുള്ള സാധാരണ അടുപ്പിനെ റോക്കറ്റ് അടുപ്പാക്കി കൺവേർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കുന്നത്. റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കാൻ നമുക്ക് അതായത് റോക്കറ്റിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതിൻ്റെ ബ്ലോവറാണ്. അതായത് റോക്കറ്റ് അടുപ്പ് കത്തുന്ന വലിയ അതിശയമൊന്നുമില്ല. പണ്ട് കാലത്ത് നമ്മൾ അതിൽ ചിരട്ടയും, സാധാരണ അടുപ്പിൽ ചിരട്ടയും ഇതൊക്കെ ഇട്ട് നമ്മൾ ഒരു കുഴൽ വെച്ച് ഊതുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓക്സിജൻ നേരിട്ട് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ ഓക്സിജൻ കൂടുതൽ കിട്ടുമ്പോൾ അത് നന്നായി കത്തും. അതുതന്നെ അതിൻ്റെ ടെക്നോളജി. വലിയൊരു അപാരമായ ടെക്നോളജി ഒന്നും ഇതിലില്ല. അതിനുവേണ്ടി വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്, അതായത് ഓക്സിജൻ ആയിട്ടുള്ള, അതായത് എയർ സപ്ലൈക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലോവറാണ്. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഇതുപോലത്തെ DC ബ്ലോവറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിന് നമുക്ക് ഈ ബ്ലോവറിന് എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ആകെ ഈ ബ്ലോവർ, ഇതിൻ്റെ സ്പീഡ് കൺട്രോളിങ് യൂണിറ്റ് പ്ലസ് ഇതിൻ്റെ അഡോപ്റ്റർ, ഇത് കൂടി വന്നിട്ടുള്ള എനിക്ക് 1200 രൂപയ്ക്കാണ് ഈ 3 ഐറ്റം എനിക്ക് വന്നിട്ടുള്ള ചിലവ്. ഇനിയും ഇതിന് നമ്മുടെ സാധാരണ അടുപ്പിലേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് റോക്കറ്റ് അടുപ്പിൻ്റെ കാര്യത്തിൽ ചെറിയ സിസ്റ്റംസ് നമുക്ക് സാധാരണ അടുപ്പിൽ നിന്നും ചെറിയൊരു ചേഞ്ച് നമ്മൾ ഈ അടുപ്പിന് വരുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഇതാണ് എൻ്റെ വീട്ടിലത്തെ അടുപ്പ്. ഇവിടെ ആലുവ അടുപ്പാണ് വെച്ചിരിക്കുന്നത്, കാരണം പുകയില്ലാത്ത അടുപ്പ്. ഇതിനെയാണ് ഞാൻ കൺവെർട്ട് ചെയ്തിട്ട് റോക്കറ്റ് അടുപ്പാക്കുന്നത്. റോക്കറ്റ് അടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും എക്സ്പെൻസ് വരാൻ കാരണം എന്താണെന്നറിയോ? അത് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ സിംഗിൾ പീസായിട്ടാണല്ലോ കിട്ടുക. അതിനൊരു ചേമ്പറുണ്ട്. ആ ചൂട് നിലനിർത്തിക്കൊണ്ട് ഈ വിറകിന് കത്താനൊരു ചേമ്പർ. ആ ചേമ്പർ സെറ്റിംഗ് ആണ് ഇതിലത്തെ എക്സ്പെൻസ് മെയിനായിട്ട്. ബാക്കിയുള്ളതൊക്കെ വലിയ എക്സ്പെൻസ് വരുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ആവശ്യമില്ല. ഇവിടെ ആൾറെഡി ആലുവ അടുപ്പിന് നല്ല അടിപൊളി ചേമ്പർ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് കൺവെർട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അത് സിമ്പിളാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ആലുവ അടുപ്പിൻ്റെ ചേമ്പറിൻ്റെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റും അതുപോലെ തന്നെ അതേ കറക്റ്റ് ഈ ഹൈറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതായത് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ചാരം വരും, പുക വരില്ല, കരി പിടിക്കില്ല. പക്ഷേ നന്നായി കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റാണ് ചാരം എന്ന് പറയുന്നത്. ചാരം ഇവിടുന്ന് എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ഹൈറ്റും ഇവിടുത്തെ ഹൈറ്റും ഒന്നാക്കുക എന്നുള്ള ആദ്യത്തെ ചലഞ്ച്. നമുക്ക് അതിലേക്ക് പോയാലോ എന്നാ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ലെവലും ഒന്നാക്കി. ഇനിയിപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്ന സാധനമാണ് ഈ ഗ്രില്ല്. ഈ ഗ്രില്ലിൻ്റെ മുകളിലാണ് നമ്മൾ വയ്ക്കുക, കത്തിക്കാനുള്ള വിറക് കഷ്ണങ്ങൾ വരേണ്ട സ്ഥലം ഈ ഗ്രില്ലിമ്മയാണ്. ഈ ഗ്രില്ലിമ്മ ഇട്ടിട്ട് ഇപ്പോൾ ഗ്രില്ല് കുറച്ച് മുകളിലേക്ക് ഇരിക്കണം, കണ്ടോ? മുകളിലിങ്ങനെ ഇരിക്കും. അതുമ്മേ വിറക് കഷ്ണങ്ങളൊന്ന് ഇതുമ്മേ ഇരിക്കും. ചാരം ഇതിൽ ഒന്ന് നമുക്ക് ഇതിൽ കൂടെ എടുക്കാം. ഇങ്ങനെ വാരി എടുക്കാം ചാരം, കണ്ടോ? ചാരം എടുക്കാനുള്ള ഗ്യാപ്പാണ് ഇങ്ങനെ. ഇതിൽ കൂടെ ചാരം എടുക്കും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വിറകിടുക. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി ഓക്സിജൻ കൊടുക്കാനുള്ള, അതായത് വായു എക്സ്ട്രാ കൊടുക്കാനുള്ള, ഓക്സിജന് വേണ്ടി കത്തുന്നുള്ള വായുവിൽ നല്ലപോലെ ഓക്സിജൻ കിട്ടുമ്പോഴാണ് നന്നായി കത്തുന്നത്. അതുകൊണ്ടാണ് ഇതിൽ നമ്മളൊരു കാർബണിൻ്റെ അംശമില്ലാത്തത്, അതായത് കറക്കാത്തത്, അതായത് നമ്മുടെ പാത്രങ്ങളൊന്നും കറുത്ത് പോകാത്തതിൻ്റെ മെയിൻ കാരണം ഓക്സിജൻ വേണ്ടുവോളം കിട്ടുമ്പോൾ
പരമാവധി 100% ഫയറിങ് എടുക്കും. ഫയറിങ് എടുക്കുമ്പോൾ അതിൽ കാർബൺ ഉണ്ടാവില്ല, അതിന് ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ ഇതിൽ കൂടെ ഓക്സിജൻ കൊടുക്കാനുള്ള ബ്ലോവർ വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ റോക്കറ്റ് എടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഈ ഫയർ ചേമ്പറിൻ്റെ ആ ഡെപ്ത് ഉണ്ടല്ലോ, ആ ഡെപ്തും ഇവിടേക്കുള്ള ഡെപ്തും ഒരേ ലെവലായിരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ചാരം എടുക്കാനും പറ്റും. പണ്ട് സാധാരണ അടുപ്പാണെങ്കിൽ വിറക് ആളി കത്താൻ വേണ്ടി നമ്മൾ ടാപ്പർ ചെയ്ത് കൊടുക്കും. നമ്മൾ ടാപ്പർ കട്ട് ചെയ്തിട്ടാണ് ഇതിന് സ്ട്രെയിറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്ലീൻ ആക്കുക എന്നുള്ളത്, അതായത് പൊട്ടി, അപ്പോൾ ഇത് എന്തായാലും ഇങ്ങനെ വെട്ടിപ്പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ സിമെൻ്റ് അല്ല. സാധാരണ സിമെൻ്റാണെങ്കിൽ എന്തുണ്ടാവുക, അത് നല്ല ടെമ്പറേച്ചർ വരുമ്പോൾ പൊട്ടാനും പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സിമെൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഫയർ സിമെൻ്റ് എന്ന് പറയും. ഞാൻ ഫയർ സിമെൻ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫയർ സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫയർ സിമെൻറ്റ് ഇപ്പോൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഈ ഫയർ സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് എത്ര ടെമ്പറേച്ചർ വന്നാലും ഈ സാധനം ഒരിക്കലും കണ്ട ഈ റെഡിഷ് കളർ വരേണ്ട. ഇതാണ് ഫയർ സിമെൻറ്റ്. ഇതിന് കിലോന് ഒരു 100-100 ചില്ലാൻ രൂപ വിലയുണ്ട്. ഇതാകുമ്പോൾ ഒരു 15 രൂപയുള്ളൂ. സാധാരണ സിമെൻറ്റ് ഒരു കിലോ 15 രൂപ വരുമ്പോൾ ഇതിന് 100 ചില്ലാൻ വിലയാണ്. അപ്പോൾ ഫയർ സിമെൻറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് ആദ്യം പാക്ക് ചെയ്യണ സിസ്റ്റം ഇവിടെ നടത്താൻ പോകുന്നു. ഈ ഫയർ സിമെൻറ്റ് അതുപോലെ തന്നെ മണൽ, അതുപോലെ തന്നെ സാധാരണ സിമെൻറ്റ്, ഇതിൻ്റെ മിക്സിങ്ങാണ് ഇതിൽ നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതേ കുറച്ച് മണലെടുത്തു, ഏകദേശം അതിനോടനുബന്ധികമായിട്ടൊരു സിമെൻറ്റ് ഇട്ടു. ഇനി ഒരു പിടി ഫയർ സിമെൻറ്റ് ഇടും. ഇത് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് പാക്ക് ചെയ്തെടുക്കുക. കാരണം ഈ പൊട്ടിയ ഭാഗങ്ങളൊക്കെ പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ചൂട് വരുമ്പോൾ അതൊക്കെ വീണ്ടും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫയർ സിമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരിയാക്കി. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രില്ലുണ്ടല്ലോ, ഈ കാസ്റ്റേൻ്റെ ഗ്രില്ല് ഇതിൽ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പ്, 1.5 ഇഞ്ച് ഗ്യാപ്പ് ഈ അടിത്തട്ടിൽ നിന്നും ഈ ഗ്രില്ലുമിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാമെന്ന്. ഇത് ഫിക്സ് ചെയ്യാമെന്ന് ഇത്തിരി ടാസ്ക്കുള്ള കാര്യമാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ആരെയും തേച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തേപ്പുകാരനുമല്ല. അപ്പോൾ ഈ തേപ്പും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ ഒരു ഇതൊക്കെ തേച്ച് കൈകൊണ്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, തേപ്പുകാരനല്ലാത്ത കാരണം. അപ്പോൾ ഇനി ഇത് ഇറക്കി വെച്ചിട്ട് ഒരു തേച്ചൊരു ഭംഗിയാക്കാൻ പറ്റുമോ നോക്കട്ടെ, നമുക്ക് കഴിയാവുന്ന ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ കുണ്ടിന് ചെറുതായിട്ടൊന്ന് ടാപ്പർ ചെയ്ത് ചെറുതാക്കി. അപ്പോൾ എന്താ കഴിഞ്ഞാൽ ഇത് ശരിക്കും സീറ്റിങ്ങിൽ വന്നിരിക്കും. ഒരേ ലെവലാണെങ്കിൽ ഇറങ്ങിപ്പോലെ ചെയ്യാം. ഇതിങ്ങനെ ജസ്റ്റ് ടാപ്പറാക്കിയപ്പോൾ ഇത് വന്നിട്ട് തടഞ്ഞിരിക്കും. അടിയിൽ ചെറിയ കല്ലുകൾ വെച്ച് കൊടുത്തു. അപ്പോൾ എന്തായി, ഇത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി. അപ്പോൾ നാളെ ഉണങ്ങണോടുകൂടി ഇത് കറക്റ്റ് സീറ്റിംഗ് ആവും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഏകദേശം ഒരുവിധം പൂർത്തിയായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ നമ്മുടെ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എയർ കൊടുക്കാൻ വേണ്ടി ബ്ലോവറിനുള്ള സെറ്റിങ് ചെയ്തിട്ടുള്ള പൈപ്പാണിത്. ഈ പൈപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. കാരണം നിങ്ങൾക്കത് ഇത് കണ്ടാലേ ഐഡിയ വരുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലോവറിനനുസരിച്ചുള്ളൊരു കപ്ലിങ്ങോ കാര്യങ്ങളോ മാർക്കറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് ചൂടാക്കിയിട്ടാണ് അതിൻ്റെ സിസ്റ്റം ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എങ്ങനെ ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ ഉള്ളിൽ വെട്ടിപ്പൊളിഞ്ഞൊക്കെ ക്ലീനാക്കി ഞാൻ പറഞ്ഞ ഒരു ഫയർ സിമെൻറ്റ് ഒഴിച്ച് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിയിൽ കണ്ടില്ലേ ഗ്രില്ല് കണ്ടില്ല, അതിൽ കൂടെ ചാരം അങ്ങോട്ട് പോകും. അപ്പോൾ അടിയിൽ 2 ചേമ്പറാക്കി മാറ്റി കണ്ടോ. അടിയിൽ എന്താണ് ആഷ് ചേമ്പർ, മുകളിലത്തെ എന്താ ഫയർ ചേമ്പർ. അങ്ങനെ പറഞ്ഞാൽ ഒരു രസമുള്ളൂ. കാരണം എന്താ അറിയും, അടിയിൽ വെണ്ണൂറ്റും കുഴി, മുകളിൽ തീക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സുഖമില്ല. അപ്പോൾ ഒരു വെയിറ്റ് ഇരിക്കട്ടെ, എനിക്ക് പറയുമ്പോൾ ഒരു വെയിറ്റ് വരുമല്ലോ. അപ്പോൾ എന്താ മനസ്സിലായില്ലേ, ആഷ് ചേമ്പറും ഫയർ ചേമ്പറും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൽ അടുത്ത പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം ഇത് ഉണങ്ങാൻ കിടക്കണം. കാരണം എന്നിട്ട് ഇതിൽ ബ്ലോവർ പിടിപ്പിച്ച് 4 ദിവസം കഴിഞ്ഞ് ഒരു ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെയൊക്കെ പരിപാടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ റോക്കറ്റ് അടുപ്പ് പിടിപ്പിക്കാനുള്ള പൈപ്പ് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പിടിപ്പിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ ചേമ്പറിലേക്ക് ഈ പൈപ്പ് വെച്ച് പിടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. വെറും ഒരു പൈപ്പ്. എനിക്ക് കിട്ടിയിട്ടുള്ള സ്ക്വയർ പൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് റൗണ്ട് പൈപ്പ് ഉണ്ടായിരുന്നു. റൗണ്ട് പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. സ്ക്വയർ പൈപ്പാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ സ്ക്വയർ പൈപ്പ് പിടിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഈ സ്ക്വയർ പൈപ്പും ഈ ബ്ലോവറിൻ്റെ ഈ മൗത്തുണ്ടല്ലോ, ഈ മൗത്തും തമ്മിലുള്ള പിടിപ്പിക്കുന്ന രീതിയാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ക്ലാമ്പോ കാര്യങ്ങളോ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല. അതെങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ സത്യം പറഞ്ഞ ഇതിൻ്റെ ഒരു വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. മറ്റൊന്നുമല്ല, അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, PVC ഇതുപോലത്തെ പൈപ്പ് എടുക്കുക. പൈപ്പ് എടുത്തിട്ട് ജസ്റ്റ് ചൂടാക്കുക. ഇതിപ്പോൾ 1.5 ഇഞ്ച് പൈപ്പ് എടുത്തിട്ട് ഞാൻ ചൂടാണ്ട. ഇതിൽ നോക്കുമ്പോൾ ഈ കണക്ക് കറക്റ്റാണ്. ചൂടാക്കിയിട്ട് എന്ത് ചെയ്തു, ചൂടാക്കിയിട്ട് ഫ്ലെക്സിബിൾ ആവും. ആ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ തിരിച്ച് കിടത്തി കഴിഞ്ഞാൽ എന്നിട്ട് 2 മിനിറ്റ് ഞാൻ ഷേപ്പിലേക്ക് ഇത് മാറും. കണ്ടോ ഇപ്പോൾ നോക്കൂ, അതെ കറക്റ്റായി കണ്ടോ.
അപ്പോൾ PVC പൈപ്പ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഈ സാധനത്തിന് അഡോപ്റ്റർ കിട്ടി. കാരണം ഈ സാധനം ഇതിൻ്റെ അഡോപ്റ്റർ മാർക്കറ്റിൽ വാങ്ങാനിട്ടില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഈ അഡോപ്റ്റർ കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലത്തെ റെഡ്യൂസർ കൊടുത്തു. ഈ റെഡ്യൂസറിൽ നിന്ന് ഈ പൈപ്പിലേക്ക് റെഡ്യൂസർ കൊടുത്തു. അപ്പോൾ എന്തായി, ഇവിടെ ബ്ലോവർ വർക്ക് ചെയ്യുന്നു, ബ്ലോവറിൻ്റെ എയർ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ റോക്കറ്റ് അടുപ്പിൻ്റെ ഈ എയർ അങ്ങോട്ട് കിട്ടുന്നതോടുകൂടി ഫയറിങ് നല്ല പോലെ അതിൽ നടക്കും. ഒന്നുമില്ല, 2-3 ചെറിയ വിറകിൻ്റെ കഷ്ണം, അധികമൊന്നും വിറകൊന്നുമില്ല. ഇത് വളരെ കുറച്ച് വിറക് വേണ്ടതേ അതിലേക്ക് കിട്ടും. ആദ്യം സാധാരണ വിറക് എത്തിക്കാൻ പറ്റില്ല. കത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ പുകയുണ്ട്. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ തരി പോലും പുകയുണ്ടാവില്ല. വളരെ മൈന്യൂട്ടായിട്ട് ഒരു 2% 5% ചാരാണ്ടുള്ളൂ, ബാക്കിയൊക്കെ ഫയറായി പോകും. അതെ, ഓൺ ചെയ്തല്ലേ? എടുത്തില്ലേ? ഞങ്ങൾക്ക് കത്തി. ഈ പിടിക്കണമെങ്കിൽ എന്ത് പെട്ടെന്ന് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഓലക്കടി വെക്കണു. അതിൻ്റെ ആ തീ പിടിക്കുന്ന സിസ്റ്റത്തിൽ നോക്കിയോട്ടോ, ഒന്നുമില്ല. ഓലക്കടിയിൽ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ നിങ്ങളതിൽ ഫയർ നോക്കി നോക്കുമോ, നിങ്ങൾ ജസ്റ്റ് ഉണ്ടോ പുട്ട് തന്നെ പിടിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഗതി നമ്മുടെ അടുപ്പ് സക്സസ് ആയിട്ടാ. അടിപൊളി, നല്ല വർക്കിംഗ് നിങ്ങൾ കണ്ടാലേക്കണ്ട. ശരിക്കും ഇത് സ്പീഡ് കൂട്ടുമ്പോൾ, ഇതിപ്പോൾ ചെറിയ സ്പീഡിലാണ്, ഇനി സ്പീഡ് കൂട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഹൈ സ്പീഡിലാണ് ഭയങ്കര ഫയറിങ്ങാവും. എനിക്കൊന്ന് ഇത് അടച്ചിരുന്നതാണ്. ഇത് അടച്ച് ഈ ഫയറിങ് ഇതിൽ കൂടെ പോണ്ട് കേട്ടോ. ഇല്ല അല്ലേ? അപാര വർക്കിങ്ങിന് കേട്ടോ, അത് ശക്തമായ ചൂടാ. അപ്പോൾ നമ്മൾ ഈ അടുപ്പ് ശരിക്കും 100% സക്സസ് ആണ് കേട്ടോ. നോക്കൂ, അടിപൊളി ഫയറിങ്. ഈ പറഞ്ഞ മാതിരി പുകയില്ല, അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനോട് നല്ല ഫയറിങ്ങാണ് ആക്കണേ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. നമ്മൾ മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കേസുള്ളൂ, നിസ്സാര കേസുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഗ്യാസ് ഇല്ല എന്ന് പറയണ്ട. നമ്മൾ വീട്ടിലുള്ള അടുപ്പിനെ നിങ്ങൾ ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.